വിശ്വപൗരനായി അറിയപ്പെടുന്ന ശശി തരൂരിനെ ഒതുക്കുവാനായി കോൺഗ്രസ് അവരുടെ വജ്രായുധം പുറത്തെടുത്തിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, കാസർഗോഡ് നിന്നുള്ള MP ആയ രാജ്മോഹൻ ഉണ്ണിത്താനാണ്. അദ്ദേഹം പറയുകയാണ്, നിലമ്പൂരുമായി ബന്ധപ്പെട്ട് ഇതെന്താ കല്യാണ വീടാണോ ശശി തരൂരിനെ വിളിക്കാൻ? വേണമെങ്കിൽ വന്ന് പ്രചരണം നടത്തിയിട്ട് പൊയ്ക്കണം. അതോടൊപ്പം തന്നെ ഈ ശശി തരൂർ മോദിയുടെ ഭക്തനാണെന്നും പറയുന്നുണ്ട്. അങ്ങനെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ഉണ്ണിത്താൻ. ഉണ്ണിത്താൻ സരസനാണ്, നന്ന പ്രാസംഗികനാണ്, സരസ പ്രാസംഗികനാണ്. സാംബശിവനെ തോൽപ്പിക്കും. ആ ഭാഗത്തുനിന്ന് വരുന്ന ആൾ തന്നെയാണല്ലോ. രസമുണ്ട് കേൾക്കാൻ. പക്ഷേ ഇത് ചോദിച്ചതിൻ്റെ കാമ്പ് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു സംശയം. അപ്പോൾ ഈ ഉണ്ണിത്താൻ കല്യാണത്തിന് മാത്രമേ ക്ഷണിച്ചിട്ട് പോകൂ, അല്ലാതെ പോകുന്നതെല്ലാം ക്ഷണിക്കാതാണോ ഈ പോകുന്നത്? അപ്പോൾ അദ്ദേഹം ഈ പൊതുചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നത് ക്ഷണിക്കാതാണോ? അങ്ങനെ കയറി അങ്ങ് ഇരുന്നാണോ അദ്ദേഹം? അതാണോ അദ്ദേഹത്തിൻ്റെ വിജയമന്ത്രം? കാസർഗോഡ് ജയിക്കാനുള്ള വിജയമന്ത്രം? തോറ്റ് വിജയമന്ത്രം ഒരിക്കലും തോൽക്കില്ലായിരുന്നു. കാസർഗോഡ് ജയിച്ച പാവപ്പെട്ട BJP-ക്കാരെ ശബരിമല പ്രവേശനത്തിൻ്റെ പേരിൽ അവിടെ കിടന്ന് അടി കൊണ്ട് ചോര ഒലിപ്പിച്ചുകൊണ്ട് അതിൻ്റെ കെയർ ഓഫ് കോൺഗ്രസിൻ്റെ കുറേ പേര് ജയിച്ച കൂട്ടത്തിൽ അങ്ങ് കയറിപ്പോയതാ. എന്നിട്ടാണ് കിടന്ന് വീമ്പിളക്കുന്നത്. രണ്ട് യുവാക്കളുടെ കൊലപാതകമുണ്ടല്ലോ, CPM പ്രവർത്തകർ കൊലപ്പെടുത്തിയ ശരത് ലാലും രണ്ടുപേരും ആ കെയർ ഓഫിൽ അവരുടെ ചോര കൊണ്ട് ജയിച്ചു കയറിയതാ. അതിനു മുമ്പ് ഒരൊറ്റ തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടില്ല. അതിനു മുമ്പ് അദ്ദേഹം കരുണാകരൻ്റെ വലിയ ഭക്തനായിരുന്നു. ഇതുപോലെ ഈ വലിയ വാചകം അടിക്കുന്നവരെ എപ്പോഴും സൂക്ഷിക്കണം കേട്ടോ. വലിയ വിപ്ലവകാരികൾ ഇങ്ങനായിരുന്നു. വലിയ വിപ്ലവകരായിരുന്ന ഫിലിപ്പം പ്രസാദ്, സ്റ്റീഫൻ, വെള്ളത്തൂവൽ സ്റ്റീഫൻ, ഇവർക്കൊക്കെ എന്ത് പരിണാമമാണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടല്ലോ. ഒരുത്തൻ സായിബാബ ഭക്തനായിട്ട് മാറി, മറ്റൊരാൾ സുവിശേഷ പ്രസംഗകനായിട്ട് മാറി. ഇതാ സംഭവിച്ചത്. തീവ്ര വാചകമടിക്കാരായിരുന്നു. ഉണ്ണിത്താൻ്റെ കാര്യം അതുപോലെ. നാളെ ശശി തരൂർ പോകുന്നതിന് മുമ്പേ BJP-യിലേക്ക് കയറുന്ന ഈ മനുഷ്യനായിരിക്കും. കരുണാകര ഭക്തനായിട്ട് നടന്നിട്ട് കരുണാകരൻ്റെ കടുത്ത വിമർശകനായി. V. മുരളീധരനെ KPCC പ്രസിഡൻ്റാക്കിയപ്പോൾ ഇയാളും ശരത്ചന്ദ്ര പ്രസാദും കൂടെ ഇന്ദിരാഭവൻ്റെ മുമ്പിൽ കടന്ന് സത്യാഗ്രഹം ഇരിക്കാൻ പോയി, കതർ ഉടുപ്പ് ഇട്ടുകൊണ്ട്. പുള്ളി വിചാരിച്ച അദ്ദേഹത്തിൻ്റെ അനിതര സാധാരണമായിട്ടുള്ള വാക്ചാതുരി കൊണ്ട് അവിടെയും ആരാധകരെല്ലാം എത്തി അദ്ദേഹത്തെ രക്ഷിക്കുന്ന മുരളീധരൻ ഒന്ന് ഫോൺ വിളിച്ചതേ ഉള്ളൂ. ഒരു സംഘം സേവാദൾ പ്രവർത്തകർ വന്ന് അടിച്ച് നിരപ്പാക്കി, രണ്ടുപേരെയും നിരപ്പാക്കി. ഒന്നാമത് കാല് വയ്യാത്ത ആളാണ് ശരത്ചന്ദ്ര പ്രസാദ്. വലിച്ചെടുത്തോണ്ടാവുക ഉടുപ്പ്, കാതർ ഉടുപ്പ് കീറാൻ എളുപ്പമാണല്ലോ. അതും വലിച്ചു കീറി തേച്ച് ഭിത്തിയെ വലിച്ചൊട്ടിച്ച് രണ്ടെണ്ണത്തിന്. രാഷ്ട്രീയ കൂമ്പ് അടഞ്ഞതാണ്. പിന്നെ കാസർഗോഡ് തോറ്റു പോകുമല്ല, അവിടെ കൊണ്ട് ഉണ്ണിത്താൻ തോക്കുന്ന ആളാണെന്ന് ഖ്യാതി കേട്ട MM ഹസനെ പോലെ ഏത് തെരഞ്ഞെടുപ്പിലും തോൽക്കാൻ വേണ്ടി മിടുക്കനായ ഉണ്ണിത്താനെ അവിടെ പിടിച്ച് നിർത്തി ജയിക്കുമെന്ന് വിചാരിച്ചിട്ടല്ല. പക്ഷേ പാവം സുരേന്ദ്രൻ ഉൾപ്പെടെ K. സുരേന്ദ്രനെ ക്രിമിനൽ എന്നാണ് ഇയാൾ വിളിച്ചത്. ആ സുരേന്ദ്രൻ്റെ ഔദാര്യം കൊണ്ട് ജയിച്ച് കയറിയത് അവിടെ. പിണറായി വിരുദ്ധ വികാരത്തിന് കിട്ടിയ വോട്ടാണ് ഉണ്ണിത്താൻ അവിടെ കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ അഹങ്കാരമായിരിക്കുക. ശശി തരൂരിനോടാണ് കയറി ഏറ്റുമുട്ടുന്നത്. ഇയാൾ പറഞ്ഞിരിക്കുക, കോൺഗ്രസിൽ നിന്ന് പോയ ശശി തരൂർ വട്ടപൂജ്യമാണ്. എൻ്റെ ഉണ്ണിത്താനെ ഇതര വിവരദോഷിയായാലോ താങ്കൾ? പ്രിയ സുഹൃത്താണ് താങ്കൾ, പക്ഷേ ഇത്ര വിവരദോഷിയായത് എപ്പോഴാണ്? കാസർഗോഡ് എന്നതിന് ശേഷമാണോ? അതിനു മുമ്പ് UN അണ്ടർ സെക്രട്ടറി ജനറലായിരുന്നു ശശി തരൂർ എന്നുള്ളത് നിങ്ങൾക്കറിയില്ലേ? നിങ്ങളുടെ MP-യുടെ ശമ്പളവും പെൻഷനും ഒക്കെ ഉണ്ട്, അതൊക്കെ കൂട്ടിച്ചേർത്താലും ഉണ്ടല്ലോ. ശശി തരൂരിന് അദ്ദേഹം എഴുതിയ പുസ്തകത്തിന് കിട്ടുന്ന റോയൽറ്റിക്ക് പകരമാവില്ല. നിങ്ങളുടെ കുടുംബം പറ്റി എഴുതിയാലും ആ പണം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ജന്മത്ത് പറ്റില്ല. അത് നിങ്ങൾ പുസ്തകം എഴുതിയാനാണ് വിവരം പറഞ്ഞത്. അതിൽ ചില വിവരദോഷങ്ങളും ഉണ്ട്, അത് വേറെ കാര്യം. അതിപ്പോൾ ഏത് പുസ്തകം എഴുതിയാലും അതിൽ വിവരദോഷങ്ങൾ വിമർശന വിധേയമായിട്ടുണ്ടാവും. ഞാനീ ശശി തരൂരിൻ്റെ ആളൊന്നുമല്ല. 14 ഭാഷകൾ സംസാരിക്കാൻ അറിയാം. നിങ്ങൾക്ക് നേരെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം, അത് പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഈ പിന്നെ ഈ രാഷ്ട്രീയ ഭാഷ, നിങ്ങളുടെ ഒരു രാഷ്ട്രീയ ഭാഷയുണ്ടല്ലോ, അന്യനെ തേച്ചു വെളുപ്പിക്കുന്ന തരത്തിലുള്ള ഇതുപോലുള്ള ഈ അശ്ലീലത്തിൻ്റെ വരമ്പത്തെത്തി നിൽക്കുന്ന ഭാഷ, ആ ഭാഷ മാത്രമേ അറിയൂ. അദ്ദേഹത്തിന് 14, നിങ്ങളുടെ ഭാഷയിൽ സംസാരിക്കാൻ ഒരു പക്ഷേ അദ്ദേഹത്തിന് ഇത് പഠിച്ചിട്ടില്ല. 14 ഭാഷകളിൽ താങ്കളുടെ ഭാഷ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനി മറുപടി അറിഞ്ഞില്ല, നിങ്ങളതിന് മറുപടി അർഹിക്കുന്നുമില്ല. പക്ഷേ നിങ്ങൾ ഈ പൊതുചടങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത് ക്ഷണിക്കാതാണെന്നുള്ളത് ഇപ്പോഴാണ് അറിയുന്നത്. ശശി തരൂർ നിങ്ങളിപ്പോൾ പറയുന്നത് ക്ഷണിക്കാതെ വന്ന് പ്രചാരണം നടത്തിയിട്ട് തിരിച്ചു പോകണമായിരുന്നു. ശശി തരൂർ അവിടെ വന്നായിരുന്നെങ്കിൽ എന്താ നിങ്ങൾ അപമാനിച്ചു വിടില്ലേ? ഗവർണറെ ശിവൻകുട്ടി അപമാനിച്ചതുപോലെ നിങ്ങൾ അപമാനിക്കില്ലേ? നിങ്ങൾ രഹസ്യമായി തിട്ടൂരം കൊടുക്കില്ല ശശി തരൂരിൻ്റെ മീറ്റിങ്ങിൽ ഒറ്റയാൾ പോയേക്കരുതെന്ന്.
ഇതൊക്കെ മുന്നേ കണ്ടേ, ബുദ്ധിയുണ്ട്, നിങ്ങളെക്കാൾ ബുദ്ധിയുണ്ട് ശശി തരൂരിന്. അതുകൊണ്ടാണ് വരായിരുന്നത്. എന്തിനു വേണ്ടി? ഇന്ത്യക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോയി സംസാരിച്ചു. ആ ഒരു പാപമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. അദ്ദേഹം ഇന്ത്യ വിരുദ്ധനായിരുന്നില്ല, രാഹുൽ ഗാന്ധിയെ പോലെ ആയില്ല. ഇന്ത്യ വിരുദ്ധനായ രാഹുൽ ഗാന്ധിയുടെ ഭക്തനായിട്ട് നടക്കുകയാണ് നിങ്ങളിപ്പോൾ. നിങ്ങൾ വലിയ 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 തെറ്റാണ് ചെയ്യുന്നത്. വലിയ വലിയ വില കൊടുക്കേണ്ടി വരും. അത് ഇത്രയേ ഉള്ളൂ. അവസാനം നിങ്ങൾക്ക് BJP തന്നെ പോകേണ്ടി വരും. എല്ലാവരും മൗനം പാലിച്ചപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഉണ്ണിത്താൻ തന്നെ രംഗത്ത് നേരിട്ടിറങ്ങുന്നത്? ഉണ്ണിത്താനാണല്ലോ വാചകമടിയിൽ സമർത്ഥനായിട്ടുള്ളത്. സണ്ണി ജോസഫും വല്ല സംസാരിക്കാൻ അറിയാമോ പുള്ളിക്ക്? പിടിച്ച് KPCC പ്രസിഡൻ്റായിട്ട് വെച്ചിരിക്കുക. വല്ല പ്രയോജനമുണ്ടോ? വാചകമടിക്കുള്ള കഴിവെങ്കിലും ഉണ്ട് ഉണ്ണിത്താൻ. അദ്ദേഹത്തെ പിടിച്ച് വെച്ചാർത്തിക്ക് നന്നായി. ഇങ്ങനെ വാചകമടിക്കാൻ അതിനൊക്കെ എടുക്കാനായി സമർത്ഥം. കഥാപ്രസംഗൻ്റെ നമുക്ക് കേൾക്കാൻ രസമുണ്ട്, അങ്ങനെയെങ്കിലും കേൾക്കും. സണ്ണി ജോസഫ് എന്തോന്നാ ചെയ്ത ഇയാൾ ഈ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് പോലും ഇതിനൊരു മറുപടി കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. ബബ്ബാ ഞാൻ ഇതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നല്ല തന്ത്രമുള്ള ഒരു മനുഷ്യനാണ് ഉണ്ണിത്താൻ. കാരണം അദ്ദേഹത്തിന്റെ കുറിയിൽ വരെ ഒരു 10,000 അതാണ് ഈ വലിയ വാചകം ശശി തരൂരിനെതിരെ ഉന്നയിക്കുന്നല്ലോ ഉണ്ണിത്താനെ ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളിവിടെ ഇത്രയും നീളത്തിൽ കറുത്ത കുറിയും ചാർത്തിക്കൊണ്ടായിരുന്നല്ലോ നടക്കുന്നത്. തൈക്കാട് ക്ഷേത്രത്തിൽ പോയി ദിവസവും ദർശനം നടത്തി, അവിടെ താമരപ്പൂവൊക്കെ കൊടുത്ത് ദർശനവും നടത്തിക്കൊണ്ട് ദർശന പുണ്യവും ഒക്കെ ആയിട്ട് അതിൻ്റെ സുഗന്ധവുമായിട്ട് ചന്ദനത്തിങ് ഇത്രയും നീളത്തിലോ ചന്ദനക്കുറി തിരുവനന്തപുരത്ത്. അതെന്തിനാ? ഇവിടുത്തെ നായന്മാരെ കാണിക്കാൻ വേണ്ടിയായിരുന്നു നിങ്ങൾ ഇട്ടിരുന്നത് ഉണ്ണിത്താനാണെന്ന് പറഞ്ഞ്. കാസർഗോഡ് പോയപ്പോൾ നിങ്ങളുടെ കുറി മാഞ്ഞു പോയതെന്തേ? നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടോ? വെല്ലുവിളിക്കുന്നു ഒരു ദിവസമെങ്കിലും അവിടെ കുറിയിട്ട് നടക്കാൻ. തീരും നിങ്ങളുടെ ഭൂരിപക്ഷം അവിടെ. വെല്ലുവിളിക്കുന്നു ഞാൻ. അതോടുകൂടി തീരും ഉണ്ണിത്താൻ്റെ ഭൂരിപക്ഷം അവിടെ, വിജയവും അവിടെ, ഒരു സംശയമില്ല. അതിനുള്ള ധൈര്യം ആദ്യം കാണിക്കുക, എന്നിട്ട് വേണം ശശി തരൂരിനെ വിമർശിക്കാൻ. നിങ്ങളുടെ ഈ വലിയ വാക്ചാതുരി ഉണ്ടല്ലോ, കഥാപ്രാസംഗികനെ പോലുള്ള വാക്ചാതുരി, ആ വാക്ചാതുരി അവിടെ ചെന്ന് കുറിക്ക് വേണ്ടി ഒന്ന് പ്രയോഗിക്കുക. നിങ്ങൾ പരമഭക്തനായിട്ടുള്ള ഒരു ഹിന്ദുവാണല്ലോ, ആ വാക്ചാതുരി അവിടെ ഒന്ന് പ്രയോഗിക്കാൻ പറ്റുമോ നിങ്ങൾ? അതിൻ്റെ കെയർ ഓഫിൽ ഇങ്ങനെ ഇവിടെ നടന്നിരുന്ന ആൾ അവിടെ പോയിട്ട് ഇതൊന്നുമില്ലാത്ത, ഒരു വിശ്വാസവും ഇല്ലാത്ത എന്ന് ദ്യോതിപ്പിക്കുന്ന, ഒരു കുറിയും ഇല്ലാത്ത നെറ്റിയുമായിട്ട് അവിടെ നടക്കുന്നു. ഇതിൻ്റെ പേരാണ് കാപട്യം. ശുദ്ധ കാപട്യം, ഇരട്ടത്താപ്പ്. അത് ശശി തരൂർ കാണിക്കുന്നില്ലെന്നാണ് ഇദ്ദേഹത്തിൻ്റെ പരാതി. ശശി തരൂരിന് അത് കാണിക്കാൻ അറിയില്ല. അദ്ദേഹത്തിന് ഒറ്റ ഭാഷയേ ഉള്ളൂ. ഇവിടെ വന്നാലും കാസർഗോഡ് വന്നാലും അതേ ഉള്ളൂ. ഹമാസിനെ കൊണ്ടുവരുന്ന വേദിയിൽ വന്നാലും അദ്ദേഹം വിളിച്ചു പറയും, ദേ ആർ ടെററിസ്റ്റ്, അവർ ഭീകരരാണ് എന്നാൽ സത്യം പറയും. അല്ലാതെ കാപട്യം, കള്ളം, നിങ്ങളെപ്പോലെ ഈ ഡബിൾ സ്റ്റാൻഡേർഡ്, ഇവിടെ ഒരു സത്യം പറയും, ഇവിടെ ചെന്ന് ഒരു വേഷം, അവിടെ ചെന്ന് അല്ലാത്ത വേഷം. ഇനി അവിടെ പോയി നിസ്കരിക്കാനും ഒക്കെ പോകുന്നുണ്ടോയെന്ന് അറിയില്ല. ആ ടൈപ്പ് രാഷ്ട്രീയത്തിൻ്റെ ആളല്ല ശശി തരൂർ. അതിൻ്റെ ആവശ്യവുമില്ല. അദ്ദേഹം ഒന്ന് ദയവായിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇപ്പോൾ ഈ കുറി ഇടാതിരിക്കുന്നതുകൊണ്ട് താങ്കൾക്ക് അവിടെ വലിയ വിജയങ്ങളൊക്കെ കരഗതമാക്കാൻ കഴിയും. പക്ഷേ കുറി ഇട്ട് കഴിഞ്ഞാൽ അതോടുകൂടി തീരും നിങ്ങളുടെ അഭ്യാസങ്ങളെല്ലാം. അത്രയേ ഉള്ളൂ നിങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ ആയുസ്. നിങ്ങളൊന്നുമല്ല. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ശശി തരൂർ എന്തെങ്കിലും ആയിരുന്നു, അദ്ദേഹം പുസ്തകം എഴുതിയെങ്കിലും വീണ്ടും ജീവിക്കും. പക്ഷേ നിങ്ങൾ ഗതി കിട്ടാതെ ഒരു അനാഥ പ്രേതമായിട്ട് അലയേണ്ടി വരും കോൺഗ്രസ് വിട്ട് കഴിഞ്ഞാൽ. അതാണ് ഇപ്പോൾ ഇവിടെ ചവിട്ടി നിൽക്കുന്നത്. പക്ഷേ അടുത്തൊരു തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസ് ഇല്ലാതാവാൻ പോവുകയാണ്. നിങ്ങളുടെ ഈ വിജയമൊക്കെ പരാജയമായി മാറും. പിന്നെ നിങ്ങൾക്ക് BJPയെ തന്നെ അഭയം പ്രാപിക്കേണ്ട അവസ്ഥ വരും. അന്നേരവും ഓർക്കണം ഈ പറഞ്ഞ വാക്കുകൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.